എല്ലാവർക്കും ഇൻഫോടെക് ട്രൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെക്കൻഡ് HDD കാഡി എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസ് വെച്ച് നമുക്ക് നമ്മുടെ DVD ഡ്രൈവ് ചെയ്ത് നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ SSD ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ SSD കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 120 GB മാത്രമേ ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ആ സ്പേസ് തികയാതെ വരും. അതായത് നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്തു, അതിന് ശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം SSDക്കകത്താണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഹാർഡ് ഡിസ്കിന് പ്രോബ്ലമൊന്നുമില്ലായിരുന്നു, നല്ല കണ്ടീഷനാണ്. നമുക്ക് ആ പെർഫോമൻസ് കൂടുതൽ കിട്ടാനായിട്ടാണ് SSDയിലേക്ക് മാറ്റിയത്. അപ്പോൾ നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് നമുക്ക് ഒരു സെക്കൻഡ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെക്കൻഡ് HDD കാഡി എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസ് വെച്ച് നമുക്ക് നമ്മുടെ DVD ഡ്രൈവ് ഇരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം സീഡികളൊക്കെ അങ്ങനെ വളരെ ചുരുക്കമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ DVD ഡ്രൈവ് ഇരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് വെച്ചതിന് ശേഷം ആ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ സെക്കൻഡ് HDD കാഡി എന്ന് പറയുന്ന ഡിവൈസ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ മെത്തേഡ് നമുക്ക് ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇൻസ്റ്റാളേഷൻ മെത്തേഡ് ഫോട്ടോ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് HDD കാഡി എന്ന് പറയുന്ന ഡിവൈസ് ഞാൻ വാങ്ങിയിരിക്കുന്നത് 600 രൂപയാണ്. 600 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. നമുക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരിക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് സെക്കൻഡ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് കാഡി എന്ന് പറയുന്ന ഡിവൈസ്. ഒരു കണക്ടർ പോലെയാണ്. ഈ കണക്ടർ വെച്ചാണ് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലാപ്ടോപ്പ് ഇടാനായിട്ടൊരു സ്പീക്കറുണ്ട്, ഇവിടെ ഒരു സാറ്റാ സ്ലോട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം അകത്തേക്കൊന്ന് സ്ലൈഡ് ചെയ്യാം. നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് ടൈറ്റായി ഇരിക്കാനായിട്ടാണ് അത് നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിന് ചുറ്റുമുള്ള ഗ്ലൂ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് ഹാർഡ് ഡിസ്ക് അല്ലാതെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഇടാം. നമുക്ക് ഈ പുറകിലത്തെ ബോക്സ് അതിനുശേഷം നമ്മുടെ സ്ലൈഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ SSD വെച്ചിരിക്കുന്നത്. 120 GB മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാൻ നമ്മുടെ CD ഡ്രൈവ് ഈ ഒരു രീതിയിൽ മാറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ DVD ഡ്രൈവിന് നേരെ കാണുന്ന ഈ ഒരു സ്ക്രൂ ആണ് നമ്മളായിട്ട്. എല്ലാ ലാപ്ടോപ്പിലും ഒരു ഒറ്റ ഇതേ കാണത്തുള്ളൂ. ഒരു സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെറുതായി തൊട്ടിളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ DVD ഡ്രൈവ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ DVD ഡ്രൈവ്. അപ്പോൾ ഈ DVD ഡ്രൈവ് ഇരിക്കുന്ന സ്ഥാനത്താണ് നമ്മുടെ HDD കാഡി ഇടുന്നത്. അപ്പോൾ ഈ കാണുന്നതിനകത്ത് നമുക്ക് 2 സാധനങ്ങൾ ഇളക്കണം. ഒന്ന് ഈ കാണുന്ന ക്ലിപ്പാണ്, ഇതിലാണ് നമ്മൾ ആ സ്ക്രൂ ടൈറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു പുറത്തെ കവറാണ്, അത് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനായി നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ വരുമ്പോൾ പുറകിലൊക്കെ അപ്പോൾ അതിനുശേഷം നമ്മുടെ കാഡിയിൽ ഇത് കണക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു ഹോളുണ്ട്, അതിലേക്ക് നമുക്ക് നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ വേണ്ടിയിട്ട് നമ്മളത് കണക്ട് ചെയ്തു. ഇത് നമ്മുടെ ഈ ഔട്ടർ പോർഷൻ നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട്
എല്ലാ DVD ഡ്രൈവിലും നമുക്ക് ഇതുപോലൊരു ഒരു ഹോള് കാണാം. എല്ലാ DVD ഡ്രൈവിലും നമുക്ക് ഏതെങ്കിലും ഒരു പിന്ന്, ഞാനിവിടെ എടുത്തിരിക്കുന്ന സേഫ്റ്റി പിന്നാണ്, അത് എടുത്ത് ഈ ഹോളിൽ നിന്ന് കുത്തുമ്പോഴത്തേക്ക് നമുക്ക് മാനുവലി ഇത് CD ഡ്രൈവുകളായി വരും. നമ്മുടെ ആ ഒരു ഇവിടെ ഒരു പോർഷനിൽ ഒന്ന് കുത്തി ലോക്ക് പോലെ ഉണ്ട്, ആ ജസ്റ്റ് നമുക്ക് കുത്തി ഈ ഭാഗം നമുക്ക് നല്ല പിടിക്കുമ്പോഴത്തേക്ക് ഈ ഭാഗമായി വരും. അതിനുശേഷം നമുക്ക് ഇപ്പുറത്ത് നമുക്കൊരു ലോക്ക് വായു രൂപത്തിൽ ഉപയോഗിച്ചെടുക്കാം. അവസാനം ഊരിയ ഒരു പിന്നെ ആദ്യം ഇതിലേക്ക് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പെർഫെക്റ്റ് ആകും. ലോക്ക് നമ്മുടെ ഔട്ടർ പോർഷനും നമ്മൾ ക്യാരി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുത്ത് ലാപ്ടോപ്പിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എല്ലാം തന്നെ ടിവികൾ എല്ലാം ഒരേ ഡിസൈനിലാണ്. അതായത് നമുക്ക് ക്യാരി ചെയ്ത് ലാപ്ടോപ്പിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. DVD ഡ്രൈവുള്ള ഏത് ലാപ്ടോപ്പിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രൂ ഇടുന്ന പോർഷൻ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കിയതിന് ശേഷം മൈ കമ്പ്യൂട്ടറിൽ പോകുമ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ D എന്ന് പറയുന്നൊരു ഡ്രൈവ് വന്നിട്ടുണ്ട്. 931 GB. അതായത് 1 TB നമുക്ക് 931 GB യൂസബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ SSD നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ വോയിസും മറ്റ് സോഫ്റ്റ്വെയറുകളും ഒക്കെ CLലും നേരത്തെ യൂസ് ചെയ്ത ഹാർഡ് ഡിസ്ക് നമുക്ക് ഇതുപോലെ സെക്കൻഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം DVDയുടെ സ്ഥാനത്ത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.